പ്രീമിയം സെല്ലിംഗ് സീക്രട്ട് നമ്പർ 2, ഡിക്റ്റേറ്റ് യുവർ ഓൺ വാല്യൂ. നിങ്ങളുടെ വാല്യൂ എന്ത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഡിക്റ്റേറ്റ് യുവർ ഓൺ വാല്യൂ. നിങ്ങളുടെ മൂല്യം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഈ പറയുന്ന, നിങ്ങൾ നിൽക്കുന്ന അതേ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ചെയ്യുന്ന അതേ കാര്യത്തിന് 10 ഇരട്ടി വരെ കൂടുതൽ പൈസ മേടിക്കുന്ന ആളുകളുണ്ട്. ഉണ്ടോ ഇല്ലയോ? സെയിം പ്രൊഡക്റ്റ്, സെയിം ഇൻഡസ്ട്രിയിൽ നിങ്ങളെക്കാൾ 10 ഇരട്ടി ചാർജ് കൂടുതൽ മേടിക്കുന്ന ആളുകളുണ്ട്. കറക്റ്റ്? കറക്റ്റ്? റൈറ്റ് നൗ, ടുഡേ, someone is paying them for that. അവരൊന്നും പട്ടിണി കിടക്കുമല്ലോ. നിങ്ങളെക്കാൾ അന്തസ്സായി കാശുണ്ടാക്കി അവർ ജീവിക്കുന്നുണ്ട്. കറക്റ്റ്? കറക്റ്റ്? കസ്റ്റമർ സന്തോഷത്തോടു കൂടി അവർക്ക് പേയ്മെന്റ് കൊടുക്കുന്നുണ്ട്. വാട്ട് ഡസ് ഇറ്റ് മീൻ? നമ്മുടെ വാല്യൂ നമ്മൾ മനസ്സിലാക്കി അത് രീതിയിൽ നമ്മുടെ ബിസിനസിനെ പൊസിഷൻ ചെയ്താൽ anyone will pay you anything you demand. അവര് ചെയ്ത ഒരു കാര്യം നിങ്ങൾ ചെയ്തില്ല. They dictated their own value. അവർ കൊടുക്കുന്ന മൂല്യം എന്ത് എന്ന് അവർ തിരിച്ചറിഞ്ഞു. And they charge for that. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രൈസിനേക്കാൾ 3 ഇരട്ടി വില കൂട്ടി അവർ വിൽക്കുന്നത്. എന്നിട്ടും അവരുടെ കസ്റ്റമേഴ്സ്, അവരുടെ സക്സസ് റേറ്റ് ഈസ് വെരി ഹൈ. നിങ്ങൾ എന്താ ചെയ്തേ? നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സിനെ കൊണ്ട് നിങ്ങളുടെ വില ഇടിയിപ്പിച്ചു. ഇറ്റ്സ് നോൺ ആസ് ദ കോമ്പറ്റീറ്റർ ട്രാപ്പ്. ആ കോമ്പറ്റീറ്ററുടെ ട്രാപ്പിൽ നമ്മളും പെട്ടുപോയി. അതാണ് സംഭവിച്ചത്. നമുക്ക് തോന്നി, ഓ ഇറ്റ്സ് ഫെയർ, ഇറ്റ്സ് സേഫ്. കാരണം അവരുടെ വില തന്നെ ആണല്ലോ, എല്ലാവർക്കും അറിയാതാണെന്ന്. നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഏത് ഇൻഡസ്ട്രി എടുത്തു, അവിടെ ഡസ് എ പ്രീമിയം എക്സിസ്റ്റ്? ഉണ്ടോ? അവിടെ പ്രീമിയം ഉണ്ടോ? ഇതിൻ്റെ അകത്തുള്ളത് വെള്ളമാണ് അല്ലേ? മുനിസിപ്പാലിറ്റിയുടെ ടാപ്പിൽ ഡ്രിങ്കിങ് വാട്ടർ വില എന്താ? ഫ്രീ. ഫ്രീ. അതേ വെള്ളം ഇതിൽ പാക്ക് ചെയ്ത് വന്നപ്പോൾ 20 രൂപ. ഇതേ വെള്ളം പ്രീമിയത്തിൽ 200-നും 500-നും 800-നും ഈ ലോകത്ത് അവൈലബിൾ ആണ്. റൈറ്റ് ഓർ റോങ്? ഒരിടത്ത് ഫ്രീ, ഒരിടത്ത് 20, ഒരിടത്ത് 200, ഒരിടത്ത് 2000. ദ സെയിം മോളിക്യൂൾ, ദ സെയിം ഹൈഡ്രേഷൻ, 1000 ഇരട്ടി വിലയുടെ വ്യത്യാസം. ആൻഡ് യു നോ സംതിങ്? പ്രീമിയം വാട്ടർ ബയേഴ്സ് എക്സിസ്റ്റ് ഇൻ ഓൾ ദ മാർക്കറ്റ്. അത് എറണാകുളത്തുണ്ട്, അത് തിരുവനന്തപുരത്തുണ്ട്, അത് കോഴിക്കോടുണ്ട്, അത് ദുബൈയിലുണ്ട്, അത് മുംബൈയിലുണ്ട്, അത് കൽക്കട്ടയിലുണ്ട്, അത് ലണ്ടനിലും ഉണ്ട്. പ്രീമിയം ബയേഴ്സ് ഹു വാണ്ട് ദ പ്രീമിയം ഡ്രിങ്കിങ് വാട്ടർ. പ്രീമിയം കോഫി ബയേഴ്സ്, ദേ ആർ എവരിവെയർ. ആണോ? എല്ലായിടും ഉണ്ട്. നമ്മുടെ നാട്ടിലെ കടയിൽ പോയി മുടി വെട്ടിയാൽ 50 രൂപ. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കടയിൽ പോയാൽ 300 തൊട്ട് 500 രൂപ വരെ അല്ലേ? ആൻഡ് യു നോ, ഒരു മുടിവെട്ടിന് 1 ലക്ഷം രൂപ വരെ മേടിക്കുന്ന കടകളുണ്ട്, ബാർബർമാരുണ്ട്. ഇടയ്ക്ക് നമ്മൾ വാർത്തയൊക്കെ കണ്ടിട്ടില്ലേ? ഒരു മുടി വെട്ടുന്നതിന് 1 ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് സ്റ്റാർട്ടിങ്. അത് അവരുടെ ഡേറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. ഒരു ട്രെയിനറെ കാണാൻ ഒന്നും വേണ്ട, ഒരു ചായ മേടിച്ചു കൊടുത്താൽ മതി. മറ്റൊരു ട്രെയിനറെ കാണാൻ 25 ലക്ഷം. ഒരു കൺസൾട്ടിങ്ങിന് മണിക്കൂറുകൾ ഇരുന്ന് സംസാരിക്കും ചില ട്രെയിനർമാർ നമ്മുടെ കൂടെ. ഒരു ചായ മേടിച്ചു കൊടുത്താൽ മതി. ഇനി ഒന്നും കൊടുത്തില്ലെങ്കിലും അവർ പറയുന്നത് കേട്ടോണ്ടിരുന്നാൽ മതി. ആരെങ്കിലുമൊക്കെ ഒന്ന് വേണ്ട എൻ്റെ അറിവൊന്ന് പകരാൻ. അതേ അറിവ് കിട്ടാൻ 1 മണിക്കൂറിന് 25 ലക്ഷം. ആയുർവേദ ഹോസ്പിറ്റൽ, 100 രൂപയുടെ ആയുർവേദ ഹോസ്പിറ്റൽ, ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഉണ്ടല്ലേ, ഒന്നും കൊടുക്കണ്ട. 500, 5000, 5 ലക്ഷം, 50 ലക്ഷം. വെഡിങ് ഫോട്ടോഗ്രാഫി 10,000, 50,000, 1 ലക്ഷം, 10 ലക്ഷം മേടിക്കുന്നവരുണ്ട്.
100 ഇരട്ടി പ്രൈസ് ഡിഫറൻസ്. 100 ഇരട്ടി. ബീഫ് 280 രൂപയുടെ ബീഫുണ്ട്, 900 രൂപയുടെ ബീഫുണ്ട്, 9000 രൂപയുടെ ബീഫുണ്ട്, 90000 രൂപയുടെ ബീഫുണ്ട്. 90000 രൂപ 1 കിലോയുടെ കാര്യമാണ് പറയുന്നത്. അരി 50 രൂപയുടെ അരിയുണ്ട്, 100 രൂപയുടെ അരിയുണ്ട്, 200 രൂപയുടെ അരിയുണ്ട്, 5000 രൂപ പെർ കിലോ വരുന്ന അരിയുണ്ട്. ജപ്പാനിലൊരു അരിയുണ്ട്, അതാണ് ലോകത്തെ ഏറ്റവും വില കൂടിയ അരി. അതിന് 15000 തൊട്ട് 18000 രൂപ വരെയാണ്. ബുക്ക് ചെയ്തിട്ട് 3 വർഷം വെയിറ്റ് ചെയ്യണം. ബുക്ക് ചെയ്ത് കാശ് കൊടുക്കും. ബുക്ക് എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് പേയ്മെന്റ്. വാച്ച് 500 രൂപയുടെ വാച്ച്, 50000 രൂപയുടെ വാച്ച്. പത്തേക്ക് ഫിലിം 5 കോടി, 50 കോടി വാച്ച്. പർപ്പസ് സമയം നോക്കാം. യു ഡിക്റ്റേറ്റ് യുവർ വാല്യൂ. സോ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം എങ്ങനെ കോമ്പറ്റീറ്ററുടെ പ്രൈസുമായിട്ട് മാച്ച് ചെയ്യാം എന്നുള്ളതല്ല നമ്മൾ ചോദിക്കേണ്ടത്. യു ഹാവ് ടു ആസ്ക് ദ റൈറ്റ് ക്വസ്റ്റ്യൻ. ഇത്രയും നാൾ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നത് ദ റോങ് ക്വസ്റ്റ്യൻ. നമ്മൾ എന്ത് പ്രകൃതിയോട് ചോദിക്കുന്നോ, എന്ത് പടച്ചോനോട് ചോദിക്കുന്നോ, അതിന്റെ മറുപടിയാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ ഇതുവരെ ചോദിച്ചുകൊണ്ടിരുന്നത് ഹൗ ക്യാൻ ഐ മാച്ച് മൈ കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ്, റൈറ്റ്? ഹിയർ ഈസ് ദ റൈറ്റ് ക്വസ്റ്റ്യൻ. How can I charge more than my competitor and make my customer pay it gladly? എങ്ങനെ എനിക്ക് കോമ്പറ്റീറ്ററിനേക്കാൾ 3 ഇരട്ടി വില കൂട്ടാം, എന്നാൽ കസ്റ്റമർ സന്തോഷത്തോടു കൂടി എനിക്കത് തരികയും വേണം? ഈ ഒരൊറ്റ ചോദ്യമാണ് പ്രീമിയം ബിസിനസിന്റെ തുടക്കം. How can I charge 3 times more than my competitor and make my customer pay it gladly? ഈ ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. ഈ ചോദ്യത്തിൻ്റെ ഉള്ള ഉത്തരത്തിൻ്റെ അകത്ത് ഇരിപ്പുണ്ട് നിങ്ങളുടെ പ്രീമിയം ബിസിനസ് മോഡൽ. ഇവന്മാരുമായിട്ട് കളിക്കാൻ നിന്നാൽ നിങ്ങൾക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ ചെറുതൊന്നും അല്ലെന്നേ. ഒന്ന്, എനർജി ലോസ്. വിളിച്ച് 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 അലട്ടി 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 നമ്മുടെ ഒരു ദിവസം നശിപ്പിച്ച് കളയും. ആണോ? ഒരു ചീപ്പ് കസ്റ്റമർ ഒരൊറ്റ കോള് മതി നമ്മളുടെ ഒരു ദിവസം നശിക്കാൻ. നമ്മൾ എന്തെല്ലാം പ്ലാൻ ചെയ്ത് ഇറങ്ങുന്നതായിരിക്കും, ഇവന്റെ ഒരൊറ്റ കോള് നമ്മുടെ അന്നത്തെ ദിവസം പോയി. ഇവന്റെ ഡിമാൻഡോ ഏറ്റവും വില കുറച്ചേ തരത്തുള്ളൂ, പക്ഷെ ഇവന് ഹൈ ഡിമാൻഡ് ആയിരിക്കും. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് ചീപ്പ് കസ്റ്റമർ ഉണ്ട്, പ്രീമിയം കസ്റ്റമർ ഉണ്ട് അല്ലേ? ഇവരിൽ ആരാണ് നിങ്ങളെ വിളിച്ച് ഏറ്റവും കൂടുതൽ അലട്ടുന്നത്? ഏറ്റവും കൂടുതൽ നിങ്ങളിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്നത് ആരാണ്? We are here not for everybody. എല്ലാവരും വേണ്ടിയിട്ടല്ല ഇവിടെ നമ്മൾ നിൽക്കുന്നത്. We are here for somebody. ആ somebody ആര് എന്നുള്ളതാണ് ചോദ്യം. ഒരാൾ തരാൻ തയ്യാറാണെങ്കിൽ ഇറ്റ്സ് എ പ്രൂഫ് ദാറ്റ് അതുപോലെ 1000 പേര് മാർക്കറ്റിലുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഒരാൾ തന്നാ മതി, ഒറ്റ ഒരാൾ. ഞാൻ ഏത് പ്രൊഡക്റ്റ് ഇറക്കിയിട്ടും ആദ്യം നോക്കുന്ന ഫസ്റ്റ് സെയിൽ നടന്നോന്നാ. ഇറ്റ്സ് എ പ്രൂഫ് ദാറ്റ് ഇനി 1000 പേര് മാർക്കറ്റിൽ കിടപ്പുണ്ട്, അവരിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇനി എന്റെ ജോലി. സോ ഇവന്മാര് നമ്മളുടെ എനർജി നശിപ്പിക്കും, ഓപ്പർച്യൂണിറ്റി നശിപ്പിക്കും. കാരണം പ്രീമിയം കസ്റ്റമേഴ്സിലേക്ക് ഫോക്കസ് ചെയ്ത് അവരുടെ കൂടുതൽ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുത്താൽ അവർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. എന്താ? കൂടുതൽ ലാഭം തരും. അത് ചെയ്യേണ്ട സമയത്താണ് ഈ ചീപ്പ് കസ്റ്റമറുടെ ചീപ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നത്. സോ ഇവൻ എനർജി മാത്രമല്ല, നമ്മളുടെ ഓപ്പർച്യൂണിറ്റി, അവസരങ്ങൾ ഇല്ലാതാക്കും. മാത്രോ റെപ്യൂട്ടേഷൻ, നാണം കെടുത്തു ഇവൻ എല്ലായിടും. ഇവൻ കാണുന്നിടത്തെല്ലാം നമ്മളെ നാണം കെടുത്തു. പറ്റുന്നിടത്തൊക്കെ പോയി നമ്മളെ കുറിച്ച് ഇല്ലാത്തത് പറയും. അവന്റെ എക്സ്പെക്ടേഷൻ വലുതും. നമ്മൾ അവൻ്റെ നിന്ന് അത്രയും പൈസയെ മേടിച്ചോളൂ, നമുക്ക് അതേ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷെ ഇവൻ നമ്മളുടെ റെപ്യൂട്ടേഷൻ നശിപ്പിക്കും. മാർക്കറ്റിൽ നമ്മൾ കൊടുക്കുന്ന സിഗ്നൽ തെറ്റിപ്പോവും. എന്തിനേറെ നമ്മുടെ കോൺഫിഡൻസ് വരെ ഇവൻ ഇല്ലാതാക്കി കളയത്തില്ലേ അല്ലേ? ഈ ബിസിനസ് വേണോ, ഇത് നിർത്തണോ എന്ന് വരെ ഇവൻ നമ്മളെ കൊണ്ട് ചിന്തിപ്പിച്ചിട്ടില്ലേ? സത്യമാണോ? അതുവരെ അവൻ നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കും. പ്രീമിയം ബിസിനസ്സിലേക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് ഇന്നോവേഷൻസ് വേണം. ആ ഇന്നോവേഷൻ ഒന്നും ചിന്തിക്കാനുള്ള ഇടം ഇതിൻ്റെ അകത്ത് ഇവൻ തരില്ലെന്നേ. എപ്പോഴും പരാതി. ഇവനായതുകൊണ്ടുള്ള വേറൊരു പ്രശ്നമുണ്ട്. ഈ ചീപ്പ് കസ്റ്റമേഴ്സ് ആയതുകൊണ്ട് നമുക്ക് അധികം മാർജിൻ ഇല്ല. അധികം മാർജിൻ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ എംപ്ലോയീസ് എന്തായിരിക്കും? മറ്റ് ചീപ്പ് എംപ്ലോയീസ്.
10,000, 15,000, 20,000 കൊടുക്കാൻ പറ്റുന്നുള്ളൂ. ആ 20,000 എംപ്ലോയി ചെയ്യുന്ന പണിക്കകത്ത് അത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവും. ഈ പ്രശ്നം കൂടെ നമ്മുടെ തലയിലല്ലേ വരുന്നേ. അതേസമയം ലാഭം ഉണ്ടെങ്കിൽ ഈ 20,000 പകരം 1,00,000 സ്റ്റാഫിനെ എനിക്ക് വെക്കാം. അവന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? അതുപോലുള്ളതായിരിക്കും. അതെന്റെ തലയിലോട്ട് വരില്ല. എന്ത് പ്രശ്നം പരിഹരിക്കാനും അവനറിയാം. നൗ ഐ ഗെറ്റ് ഫ്രീ സ്പേസ് ഫോർ മീ ടു തിങ്ക്. ഇവന്മാരുണ്ടാക്കുന്ന നഷ്ടം ചില്ലറയല്ലെന്നേ. അപ്പം നിങ്ങളിൽ ചിലർ വിചാരിക്കും, ഞാൻ പൂവറാണല്ലോ, എന്നിട്ട് ഇയാളെന്തിനാ എന്നെ പിടിച്ച് മുന്നിൽ ഇരുത്തിയിരിക്കുന്നത്? അവിടെ ഒരു വ്യത്യാസമുണ്ട്. 2 തരം ആളുകളുണ്ട് ഈ ചീപ്പിൻ്റെ അകത്ത്. അല്ലെങ്കിൽ ചീപ്പിൻ്റെ അകത്തല്ല, 2 തരം സ്ട്രഗിളിങ് ആളുകളുണ്ട്. ഓക്കെ, സ്ട്രഗിളിങ്ങിനെ 2ആയിട്ട് തിരിക്കാം. 1 പൂവർ, 2 ബ്രോക്ക്. പൂവർ ആൻഡ് ബ്രോക്ക്, ഇത് രണ്ടും ഒന്നല്ല, 2ഉം 2. പൂവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ജന്മന ഇനി ഒരിക്കലും ഇവൻ നന്നാവത്തില്ല. ഇവന്റെ മൈൻഡ് സെറ്റ് തന്നെ പൂറാണ്. ഇവൻ ദാരിദ്ര്യമാണ്. അതെന്തോ ഒരു ബ്ലിസ്സായിട്ട് കൊണ്ട് നടന്ന്, അനുഗ്രഹമായിട്ട് കൊണ്ട് നടന്ന്, ഗവൺമെന്റിൽ നിന്നുള്ള മറ്റുള്ളവരുടെ സഹതാപത്തിൽ നിന്നുള്ള ആനുകൂല്യം പറ്റി എങ്ങനെങ്കിലുമൊക്കെ ജീവിച്ചു പോകണം, ഇതേ ഉള്ളവന്. ഇതാണ് പൂവർ മെന്റാലിറ്റി. ഇതെന്താണെന്നറിയോ? ബ്രോക്ക്. നിങ്ങളിൽ ചിലർ ഇപ്പൊ ബ്രോക്കാണ്, നോട്ട് പൂവർ. എന്താ ബ്രോക്ക്? താൽക്കാലികമായി ഉണ്ടായ ഒരു ക്യാഷ് ഫ്ലോ ഇഷ്യൂ, അത്രേ ഉള്ളൂ. നിങ്ങളുടെ മൈൻഡ് സെറ്റ് പൂവർ അല്ല, ഇറ്റ്സ് ജസ്റ്റ് ബ്രോക്ക്. എ റിച്ച് മൈൻഡ് സെറ്റ് യു ഹാവ്. അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നേ. യു ആർ നോട്ട് പൂവർ, യു ആർ ജസ്റ്റ് ബ്രോക്ക്. ഒരൊറ്റ സ്ട്രാറ്റജി മതിയായിരിക്കും, ഒരൊറ്റ ആക്ഷൻ മതിയായിരിക്കും. യു വിൽ ബ്രേക്ക് ദിസ്. ഈ ബ്രോക്ക് മാറി യു വിൽ ബി വെൽത്തി, സമ്പന്നനാവാൻ. സോ ഇത് 2ഉം 2. സോ കസ്റ്റമേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ നെവർ എവർ ഡു ബിസിനസ് വിത്ത് പൂവർ പീപ്പിൾ. നെവർ എവർ ഡു ബിസിനസ് വിത്ത് പൂവർ പീപ്പിൾ. കാരണം എന്താ? ഒരു റിസഷൻ ഉണ്ടായാൽ ഏറ്റവും ആദ്യം ബാധിക്കുന്ന ആരെയായിരിക്കും? അവനെ. ഒരു സാമ്പത്തിക പ്രതിസന്ധി ആദ്യം ബാധിക്കുന്ന അവനെ ആയിരിക്കും. അവനെ ബാധിച്ചാൽ അത് ഡയറക്റ്റ്ലി നമ്മളെ ബാധിക്കും. അതേസമയം പ്രീമിയം കസ്റ്റമേഴ്സിന്റെ ഗുണം എന്താ? അവർക്ക് ഇഷ്ടം പോലെ റിസർവ് ഫണ്ട് ഉണ്ട്. ഒരു റിസഷൻ കൂടിപ്പോയാൽ 3 മാസം അല്ലെ 6 മാസം, അതിനുള്ളിൽ അവർ ഈ 6 മാസത്തേക്കൊന്നും അവർക്ക് ഒരു പ്രശ്നമില്ല. കാരണം എന്താ? ഇനഫ് റിസർവ് ഫണ്ട് അവരുടെ കയ്യിലുണ്ട്. എമർജൻസി ഫണ്ടൊക്കെ അവർ ഒന്നിനും ഒരു കുറവും വരുത്തത്തില്ല. പക്ഷെ ഇവനതല്ല. ഇന്ന് ഹർത്താലാണെങ്കിൽ അവൻ തീർന്നു. ഇനി ഒരാഴ്ച അവന് നേരെ നിൽക്കാൻ പറ്റില്ല. ഒരു ഹർത്താൽ നമ്മളുടെ ബിസിനസ്സിനെ അടിമുടി ബാധിച്ചിരിക്കും. If you are doing business with poor, so never ever do business with poor people. നമ്മൾ ബിസിനസ് പ്രീമിയത്തിൽ ചെയ്ത് കാശുണ്ടാക്കി അവരെ സഹായിക്കണം, അവരുമായിട്ട് ബിസിനസ് ചെയ്യരുത്. ബിസിനസ്സിൽ നിന്ന് കാശുണ്ടാക്കി അവരെ സഹായിക്കണം. ആരെ? പൂവർ. കാരണം അവർക്ക് വലിയ ആരോഗ്യമില്ലാത്തവരായിരിക്കും, അതിനുള്ള കഴിവില്ലാത്തവരായിരിക്കും, അതിനുള്ള സാഹചര്യം ഇല്ലാത്തവരായിരിക്കും. യു ജസ്റ്റ് ഹെൽപ്പ് ദം, ബട്ട് ഡോണ്ട് ഡു ബിസിനസ് വിത്ത് ദം. ആർ യു വിത്ത് മീ? സോ ബ്രോക്കിന്റെ പ്രത്യേകത എന്താ? ഒരു ടെമ്പററി ഫിനാൻഷ്യൽ ക്രൈസിസ്, അത്രയേ ഉള്ളൂ. അവർക്ക് കൃത്യമായ ഒരു സ്ട്രാറ്റജി കിട്ടിയാൽ അവർ കയറിപ്പോകും. ബട്ട് മറ്റേത് ഈസ് എ പെർമനന്റ് സൈക്കോളജിക്കൽ കണ്ടീഷനിങ്. അത് മാറില്ല. ഇറ്റ്സ് എ മൈൻഡ് സെറ്റ്. ഇറ്റ്സ് എ മൈൻഡ് സെറ്റ്. സോ ഇന്നു മുതൽ നിങ്ങളുടെ അടുത്ത് ഒരു കസ്റ്റമർ നിങ്ങളുടെ വില കൂടുതലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ 3 ഓപ്ഷൻസ് ഉണ്ട്, 3 ചോയ്സ്. സെൽ യുവർ വാല്യൂ. നിങ്ങളുടെ ക്ലോസിംഗ് സ്കില്ല് കൂട്ടുക, അവരുടെ അടുത്ത് നിങ്ങളുടെ വാല്യൂ പറഞ്ഞു വിൽക്കാൻ പഠിക്കുക. സെൽ യുവർ വാല്യൂ ബെറ്റർ. എന്തുകൊണ്ട് ഈ പ്രൈസ് എന്ന് പറഞ്ഞ് അവരെ കൺവിൻസ് ചെയ്ത് വിൽക്കാൻ പറ്റണം. ആരുടെ അടുത്ത്? എല്ലാവരുടെയും അടുത്തല്ല, എഡ്യൂക്കേറ്റഡ് ആൻഡ് ഇമോഷണൽ കസ്റ്റമറുടെ അടുത്ത്. അവിടെ വിൽക്കാൻ നിങ്ങൾ പഠിക്കണം. ഇംപ്രൂവ് യുവർ ക്ലോസിംഗ് സ്കിൽ വിത്ത് പ്രീമിയം കസ്റ്റമർ. ഷോ ദം ദ പ്രൂഫ്, ഷോ ദം സർട്ടനിറ്റി, show them return on investment. Option number 2, walk away. ഇതാണ് ഓപ്ഷൻ നമ്പർ 2. ഒന്നാമത്തെ ഓപ്ഷൻ, നിങ്ങളുടെ വില കൂടുതലാണെന്ന് ഒരുത്തൻ പറഞ്ഞാൽ, ഒന്നാമത്തെ ഓപ്ഷൻ സെൽ യുവർ വാല്യൂ. 2, walk away. മൂന്നാമത്തെ ഓപ്ഷൻ റെഡ്യൂസ് യുവർ പ്രൈസ്. ഡിസ്കൗണ്ട് കൊടുത്ത് വില കുറച്ച് വിൽക്കുക. യു ആർ എ റോങ് പേഴ്സൺ ഇൻ ദ റൈറ്റ് സീറ്റ്. സോ 3 ഓപ്ഷൻ: സെൽ യുവർ വാല്യൂ ബെറ്റർ, 2 വാക്ക് അവേ, 3 ഡിസ്കൗണ്ട്. 3 ഈസ് നോട്ട് ആൻ ഓപ്ഷൻ. നെവർ എവർ
റെഡ്യൂസ് യുവർ പ്രൈസ്. അൺഅക്സെപ്റ്റബിൾ ഓപ്ഷൻ. നിങ്ങളുടെ മൂല്യം നിങ്ങൾ തിരിച്ചറിയുക.